6ാം ക്ലാസ് ആവുമ്പോൾ നിനക്ക് സിവിൽ സർവീസിനെ കുറിച്ചും UPSC കുറിച്ചൊക്കെ അറിയാം. അങ്ങനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. അന്ന് ചെറുപ്പം മുതലേ ഒരു സ്കൂൾ ടോപ്പറാണ്. അടുത്ത തവണ എക്സ്പെക്ടേഷൻ ഞാൻ 720 വേണ്ടി തന്നെ. കച്ചറുള്ള കുറച്ച് ആൾക്കാർ ഇന്റർവ്യൂ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത്. എക്സാമിന്റെ അടുത്താവുമ്പോൾ നമുക്ക് ഒരു ആവേശം കയറുമല്ലോ. ഒരു നല്ല കോളേജിൽ കയറിയിട്ട് കുറച്ച് കുഴപ്പമാണ് പ്ലാൻ. ഡെയിലി ലൈഫായിട്ട് അത് ബന്ധപ്പെടുത്തുക. ആ 2 മാർക്കിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം ഉണ്ടോ? ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിവേദാണ്. നിവേദിനെ എനിക്കറിയാം, നിവേദിൻ്റെ അച്ഛനെ അമ്മേനെ എനിക്കറിയാം, നിവേദിൻ്റെ ചേച്ചി എനിക്കറിയാം. ചേച്ചി ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങളുടെ റിപ്പീറ്റർ ബാച്ചിലുണ്ടായിരുന്നതാണ്. ഇത്തവണ ഓൾമോസ്റ്റ് 650 അറൗണ്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം നിവേദ് ഇന്ന് ഇവിടെ ഉള്ളതിന് കാരണം അവന് +2 ബോർഡ് എക്സാമിൽ 1200-ൽ 1198 മാർക്ക് അല്ലേ? ആ 2 മാർക്ക് പോയത് 2 മാർക്ക് പോയത് +1 ഇംഗ്ലീഷ്. +1 ഇംഗ്ലീഷ്. അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇമ്പ്രൂവ് ചെയ്തായിരുന്നു, പക്ഷെ അത് ഇമ്പ്രൂവ് ആയി കിട്ടിയിട്ടില്ല. അതേ മാർക്കായിരുന്നു. ഓക്കെ. നീ പിന്നെ ഇത്തവണ നീ റിപ്പീറ്റിന് എഡ്യൂപോർട്ടിലേക്ക് വരികയാണ്, നീറ്റ് അതെ അല്ലേ? അപ്പം ചേച്ചി പറഞ്ഞിട്ടാണോ അങ്ങോട്ട് വരുന്നത്? അതെ, ഞാൻ 10ാം ക്ലാസ് തൊട്ട് എജിപ്പോട്ട് നല്ലോണം അറിയാം. 10ാം ക്ലാസ്സിൽ ഫ്രണ്ട്സ് വഴി അറിഞ്ഞായിരുന്നു. അപ്പം +1 മറ്റേ ബൂസ്റ്റർ ബാച്ചിൽ ചേർന്നായിരുന്നു. അതോടൊപ്പം തന്നെ +2 ഉണ്ടായിരുന്നു. എജിപ്പോട്ടിന്റെ ക്ലാസ്സസ് എല്ലാം നല്ല ക്ലാസ്സസ് ആയിരുന്നു. സാറുമാരെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടു, ഫാമിലിക്ക് തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്റെ +1 +2 ക്ലാസ് കണ്ടിട്ടാണ് ചേച്ചി ഞാൻ എജിപ്പോർട്ടിലോട്ടേക്ക് അയച്ചത്. ചേച്ചിനെ റിപ്പീറ്റ് ചെയ്യാൻ നീയാണ് അയച്ചത്? ചേച്ചി നിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല? അല്ലല്ല, നമ്മളിങ്ങനെ യൂട്യൂബ് ക്ലാസ്സസ് കാണുമ്പോൾ ചേച്ചിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ലൊരു നീറ്റ് റിപ്പീറ്റ് ചെയ്താൽ ഇവിടുന്ന് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം? എന്താ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം? പറഞ്ഞാൽ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ്. ഡോക്ടർ പറഞ്ഞ ഒരു നല്ല പ്രൊഫഷനാണ്. അതുപോലെ തന്നെ എന്റെ ഫാമിലിയിൽ കുറെ പേര് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ചെറുപ്പത്തിൽ കണ്ടു വളർന്നുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ കിട്ടിക്കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് ആ ഭാഗത്തോട്ടേക്ക് പോകാനാണ് ആഗ്രഹം. ഇതൊക്കെ എത്രാം ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിൽ? 6ാം ക്ലാസ്സിൽ? എപ്പോഴാണ് ഇതൊക്കെ? 5ാം ക്ലാസ് 6ാം ക്ലാസ്. 6ാം ക്ലാസ് ആവുമ്പോൾ നിനക്ക് സിവിൽ സർവീസിനെ കുറിച്ചും UPSC കുറിച്ചൊക്കെ അറിയാം? 6ാം ക്ലാസ് ആകുമ്പോൾ അറിയാം. 6ാം ക്ലാസ്സിൽ എനിക്ക് ഡോക്ടർ ആവുന്നതിന് എങ്ങനെയാണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പൊ അത് മുതലേ നിനക്ക് പ്ലാൻ ഉണ്ടല്ലേ? അതായത് MBBS എടുക്കുന്നു, അതിനുശേഷം UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഏതാ, IAS ആണോ? IAS കാട്ടി പ്രിഫർ ചെയ്യുന്ന IFS ആണ്, ഫോറിൻ, പുറത്തേക്കൊക്കെ പോകണം, അങ്ങനെയൊക്കെയാണല്ലേ? അപ്പം നിങ്ങൾക്ക് ഏകദേശം നിവേദിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇനിയിപ്പോൾ നിവേദിനോട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു നോക്കാം. പിന്നെ നീ നീറ്റ് ബാച്ചിലായിരുന്നു +1 +2? അല്ല, ബോർഡ് ബാച്ചിലായിരുന്നു +1 +2. കാരണം നീറ്റ് പ്രത്യേക ഒരു വർഷം തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്. ഈ ബോർഡിൽ ശരിക്ക് ഈ മാർക്ക് സ്കോർ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞ് പഠിച്ചിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ തന്നെ വേറൊരു ഫ്ലൂക്ക് മെത്തേഡ് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്യുക, ചിലതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക. കൺസെപ്റ്റ് ഒന്നും നമുക്ക് അറിയില്ല, എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കോറിലേക്കൊക്കെ ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റും അല്ലേ? നീ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചേ? ഞാൻ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന മെത്തേഡ് എടുത്തത്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുള്ളൂ. എക്സാമിന് അങ്ങനെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ കൺസെപ്റ്റ് അറിയെങ്കിൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുവാണെങ്കിൽ അങ്ങനെ കിട്ടണമെന്നില്ല, കിട്ടും. പക്ഷെ എക്സാം കുറച്ച് ഹാർഡായാലും നമുക്ക് മാർക്ക് നല്ലോണം പോകും. എങ്ങനെയാ നിന്റെ ഒരു ഡെയിലി എത്ര സമയം പഠിക്കും? ഏത് സമയത്തൊക്കെ എടുക്കുക? സാധാരണ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് എടുക്കുന്നത് അന്ന് പഠിക്കും. പിന്നെ കടക്കുന്നത് പറഞ്ഞാൽ പഠിക്കുന്ന അനുസരിച്ചിരിക്കും. ഒരു ദിവസം കൂടുതൽ എടുക്കുവാണെങ്കിൽ കൂടുതൽ പഠിക്കും, ഒരു ദിവസം കുറവ് എടുക്കുവാണെങ്കിൽ കുറവ് പഠിച്ചിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ കടക്കും സാധാരണ. അതായത് അന്നന്ന് സ്കൂൾ എടുക്കുന്നത് അന്നന്ന് പഠിക്കും. അതെ അതെ. ഓക്കെ. അപ്പൊ +1 നീ ബൂസ്റ്ററിൽ മാത്രമാണ് എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്തത്? +1 ലാസ്റ്റ് ഡിസംബർ. ട്യൂഷൻ ഒന്നും പോയിട്ടില്ല? ട്യൂഷൻ ഒന്നും പോയിട്ടില്ല. സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ +1 ആ തുടക്കം നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? +1 തുടക്കം പറഞ്ഞാൽ 10ന്ന് +1 വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് 1-2 മാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓവർകം ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കുറെ പഠിക്കാൻ കൂടുതലുണ്ടാവും. +1 നോക്കുമ്പോൾ 10നെക്കാട്ടി ഒരു കടല് പോലെയുള്ള. അപ്പൊ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കണം. ചുരുക്കി പറഞ്ഞാല് നീ തോറ്റ് പിന്മാറൂല, അത് അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്നിട്ട് 11 മണി 12 മണിക്ക് കിടക്കും. എപ്പോഴേക്കും? ഒരു 5:30-6 മണിയാകുമ്പോൾ എണീക്കും. ഫുൾ ഇയർ ഇങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ പിന്നെ അല്ല, ലീവുള്ള ദിവസങ്ങളിലെല്ലാം 7-8 മണിയാകുമ്പോൾ എണീക്കും. സ്കൂളിലെ ദിവസങ്ങളിൽ 6 മണികളാണ്. പിന്നെ എക്സാം സമയത്തൊക്കെ കൂടുതൽ പഠിക്കോ? എക്സാം സമയത്തെല്ലാം 2 മണി വരെ ഇരുന്ന് പഠിക്കാറുണ്ട്. എന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. അപ്പൊ അന്ന് 3 മണിക്കൂർ ഉറങ്ങുള്ളൂ? എക്സാമിന്റെ അന്ന് 3 മണിക്കൂറിന് എടുത്ത് വരും. അപ്പൊ അതിൽ നിനക്കൊരു സങ്കടം തോന്നും? അങ്ങനെയൊന്നുമില്ല, നിനക്ക് അതിൽ ഭയങ്കര സന്തോഷമായിരിക്കും, അത് ഞാൻ പഠിച്ചു തീർത്തിട്ടാണ് ഉറങ്ങിയെന്നുള്ളതല്ലേ? എക്സാമിന്റെ അടുത്താകുമ്പോൾ നമുക്ക് ഒരു ആവേശം കയറുമല്ലോ. അങ്ങനെ പഠിക്കുന്ന സമയം അറിയില്ല. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് 2-3 മണി ആയിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ. 3 മണി. ഈ രാവിലെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യാം? രാവിലെ ഒന്നെങ്കിൽ സ്വയം എണീക്കും, അല്ലെങ്കിൽ അധികം അമ്മ എണീപ്പിക്കും. എല്ലാവരും വെച്ചിട്ട് അമ്മ കൊണ്ട് എണീപ്പിക്കും. ഓക്കെ. അച്ഛനാണോ അമ്മയാണോ കൂടുതൽ നിന്നെ ഹെൽപ്പ് ചെയ്തത്? ഇതില് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം? രണ്ടുപേരും ഒരേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഒരാളുടെ പേരാ പറയാളൂ? ഒരാളുടെ പേര് പറഞ്ഞാല് നമുക്ക്
സപ്പോർട്ട്, മോട്ടിവേഷൻ അങ്ങനത്തെ എല്ലാം അച്ഛൻ നല്ലോണം തരും. പിന്നെ ഗൈഡൻസ്, ഇങ്ങനത്തെ ഇത് വഴി കൂടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാല് അമ്മ തരും. അമ്മ ചേച്ചിക്ക് വല്ല റോളുണ്ടോ? ചേച്ചിക്ക് റോളുണ്ട്, ഡൗട്ട് എല്ലാം ചോദിച്ചാൽ പറയും. പക്ഷെ ഒരു വർഷം റിപ്പീറ്റിന് പോയപ്പോൾ പിന്നെ ചേച്ചി വീട്ടിലുണ്ട്. ചേച്ചി ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, റൈറ്റ്. ആൻഡ് എന്താണ് നിന്നെ ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ കുറച്ചേ നീ ഉഴപ്പിയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ. ഒരു 2 ആഴ്ച ഭയങ്കര ഫുൾ ഉഴപ്പായിരുന്നു, അങ്ങനത്തെ ഒരു 2 ആഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? അങ്ങനെയില്ല. ഇപ്പൊ ഒരു ചെറിയ സമയം ഒരു ദിവസം ഉഴപ്പാൽ തന്നെ എനിക്ക് തോന്നും എന്തിനാ വെറുതെ ഉഴപ്പുന്നത്. ഉഴപ്പാ പിന്നെ നമുക്ക് ആ ടച്ച് പോയാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും കിട്ടാൻ. അപ്പൊ നമുക്ക് അധികം ഉഴപ്പാറില്ല. ഓക്കെ. ആൻഡ് അപ്പോൾ എന്താ നിന്നെ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം? മൂവ് ഓൺ എന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം എന്താ? മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ പഠിത്തത്തോടൊരു ഇതുണ്ടാവില്ലേ, ഓക്കെ. അത് നമ്മള് ഏറ്റവും നല്ലോണം പഠിത്തം ആസ്വദിക്കുന്ന പറഞ്ഞാൽ പഠിത്തത്തിൽ നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ, ഓരോ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ, കിട്ടാത്തപ്പം വിഷമം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പഠിത്തമായിരുന്നു അത്. നീ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഒരു സ്കൂൾ ടോപ്പറാണ്. ചെറുപ്പം മുതലേ സ്കൂൾ ടോപ്പറാണ്, എപ്പോഴും പഠിക്കാറുണ്ട്, ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ണിലുണ്ണിയാണ്. ടീച്ചേഴ്സിന്റെ കണ്ണിലുണ്ണിയാണ്. വീട്ടിലും നാട്ടിലൊക്കെ നിവേദ് എന്ന് പറഞ്ഞാല് അവൻ നല്ല മോനാണ്, നന്നായി പഠിക്കുന്ന ആളാണ്, അതാണല്ലേ? അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരോ വീട്ടുകാരോ അറിയാത്ത എന്തെങ്കിലും കള്ളത്തരം നിനക്കുണ്ടോ? അങ്ങനത്തെ കള്ളത്തരമൊന്നുമില്ല. ഒന്നുമില്ല. ആരും അറിയാത്ത, ഇല്ല, ലോകം അറിയാത്ത ഒരു രഹസ്യം ഇല്ല. ഇല്ല. നമ്മൾ പാരന്റ്സിനോട് ഫുൾ ഓപ്പൺ ആണ്. ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് പോലെയാണ് അച്ഛനും. ഓക്കെ, റൈറ്റ്. പിന്നെ നിന്റെ ഫ്രണ്ട്സിലോ? ഫ്രണ്ട്സ് 2-3 പേരുണ്ട്. അവരങ്ങനെ അധികം ഉഴപ്പാറൊന്നുമില്ല, നല്ലോണം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. കുറച്ച് കച്ചറുള്ള കുറച്ച് ആൾക്കാർ ഇന്റർവ്യൂ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പം അവിടെ ഇപ്പോൾ നിനക്ക് 1198 ആണ് അല്ലേ? അപ്പോൾ അത്ര മാർക്കൊക്കെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിനക്ക് തന്നെ പരിചയമുള്ളത് നിന്റെ സ്കൂൾ ഉണ്ടാവാൻ. ചിലപ്പോൾ സ്കൂൾ നീ കുറച്ച് നല്ല പ്രൈവറ്റ് സ്കൂളാണെന്ന് തോന്നുന്നു പഠിച്ചത്. പ്രൈവറ്റ് സ്കൂളാണ് പഠിച്ചത്. എൻ്റെ സ്കൂളിൻ്റെ പേര് റാണി ജെയിൻ നിർമ്മലഗിരി അല്ലേ? ഓക്കെ. അത് പിന്നെ സ്റ്റേറ്റ് സിലബസ് ആണ്, പക്ഷെ പ്രൈവറ്റ് ആണ്. സ്റ്റേറ്റ് സിലബസ് ആണ്, പ്രൈവറ്റ് ആണ്. സ്ട്രിക്റ്റ് ആയിരുന്നോ? സ്ട്രിക്റ്റ് പറഞ്ഞാല് അവർ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്, പക്ഷെ നമ്മളിങ്ങനത്തെ ഉഴപ്പുവാണെങ്കിൽ അവർ നല്ലോണം സ്ട്രിക്റ്റ് ആകും അല്ലേ? അപ്പം അവിടെ നിങ്ങളെ ബാച്ചിലൊക്കെ ഉള്ള എല്ലാവരും അത്യാവശ്യം ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോകാൻ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല? അങ്ങനെയൊന്നുമില്ല. അന്ന് പൊക്കും. പാരന്റ്സിനെ അപ്പം തന്നെ വിളിക്കുകയും ചെയ്യും അല്ലേ? പിന്നെ ആരെങ്കിലും പാരന്റ്സിനെ വിളിച്ച അനുഭവം ഉണ്ടോ? ഓർമ്മ ഉണ്ടോ എന്തെങ്കിലും കഥയിൽ? 1-2 കുട്ടികള് ഇപ്പോ ഇത് ക്ലാസ് കട്ട് ചെയ്തിട്ടല്ല, കുറെ നാൾ ലീവ് എടുക്കുമ്പോൾ വിളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പാരന്റ്സിനെ വിളിക്കേണ്ട അവസരം പോലും വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ കുറച്ച് കുട്ടികളായിരിക്കും അവിടെ ഉണ്ടാവുള്ളൂ. കുറച്ച് 75-ന്റെ. ഓക്കെ, റൈറ്റ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഒന്നും അങ്ങനെ താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. നീ പണ്ട് മുതൽ 1ാം ക്ലാസ് മുതൽ എവിടെയാ പഠിച്ചേ? 1ാം ക്ലാസ് മുതലല്ല, ഞാനൊരു 5ാം ക്ലാസ് തൊട്ടാണ് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂൾ പോകണമെന്നൊന്നും തോന്നിയിട്ടില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. വീടിന് തന്നെ ഒരു 300 മീറ്റർ സ്കൂളിലോട്ടേക്കുള്ളൂ. വീടിന് അടുത്തുള്ള സ്കൂൾ തന്നെയാണ്. അച്ഛനെ വിളിച്ചപ്പോ വേഗം വന്ന് പോവായിരുന്നു അല്ലേ? അച്ഛന് അധികം. അപ്പൊ പാരന്റ്സിന് ഏറ്റവും ഇഷ്ടം സ്കൂൾ തന്നെയാണ് ചെറുപ്പം തൊട്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു 3 ഫാക്ടേഴ്സ് പറയണം, എന്തൊക്കെയായിരിക്കും? 3 ഫാക്ടേഴ്സ് പറഞ്ഞാൽ റിവിഷൻ നല്ലോണം ചെയ്യണം. പഠിത്തത്തിനെ കാട്ടി കൂടുതൽ റിവിഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതിനാണ് എജിപ്പോട്ട് ഉപയോഗിച്ചിരുന്നത് അധികം. മറ്റേ PYQs എല്ലാം ആപ്പിൽ നല്ലോണം ഉണ്ടായിരുന്നു, അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും എക്സാമിനെ കുറിച്ചുള്ള. പിന്നെ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വേണം. നമ്മൾ കുറച്ച് സമയം പഠിച്ചാലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം കിട്ടും. പിന്നെ പറഞ്ഞാല് നമ്മൾ പാരന്റ്സ് നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പഠിക്കണം എന്നുള്ള ആഗ്രഹം വരൂല. അങ്ങനത്തെ കാര്യങ്ങളാണ്. നിനക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കുന്നു, ഒരു മൂഡില്ല, എന്താ ചെയ്യുക, പിന്നെ പെട്ടെന്ന് എന്തോ കാര്യം ആലോചിക്കും, പെട്ടെന്ന് എന്നാ പഠിക്കണം എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മൂഡില്ലാതാവുക അങ്ങനെയൊക്കെ? മൂഡില്ലാണ്ടാവുക പറഞ്ഞാൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ലേ? ക്ഷീണമുള്ളപ്പോ മൂഡ് ഉണ്ടാവില്ല. പക്ഷെ 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ പഠിക്കാനുള്ള ഇത് തോന്നും. ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അച്ഛന്റെ മുഖം ഓർമ്മ വരുമ്പോൾ അമ്മയെ കുറിച്ച് ആലോചിക്കും, അങ്ങനത്തെ ഒരു അതിന്റെ ഒന്നും ആവശ്യം നിനക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ബൈ ഡിഫോൾട്ട് നിന്റെ ഹാബിറ്റ് ആണ് പഠിക്കുക എന്നുള്ളത്. അതന്നെ, അച്ഛനും അമ്മയും നമ്മളെ കഷ്ടപ്പെടുത്തി വളർത്തുന്നല്ലേ, അപ്പൊ അവര് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി നല്ലോണം പഠിച്ച നല്ല മാർക്കാണ്. ഐഡിയലിന്റെ മരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇനി അടുത്തത് വരുമ്പം എങ്ങനെയാ നീ ഫിസിക്സ് പഠിക്കാനുള്ള ട്രിക്ക് എന്താ? ഫിസിക്സ് എന്ന് പറഞ്ഞാല്
അധികം നമ്മൾ വായിച്ചു പഠിക്കുന്നതിനെക്കാട്ടിലും എഴുതി പഠിക്കുന്നത്. കുറെ ഡെറിവേഷൻസ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു കാര്യം കിട്ടിയിട്ടില്ല, നമ്മുടെ ഡെയിലി ലൈഫായിട്ട് അത് ബന്ധപ്പെടുത്തുക. എന്തെങ്കിലും ഡെറിവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു ബോളിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വയം കൈകൊണ്ട് എറിയുന്നതെന്ന് വിചാരിക്കുക, അതിന്റെ ആ പോകുന്ന പാതയിലെ മനസ്സിൽ വിചാരിക്കുക, അങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ട് ചില സംഭവങ്ങളിൽ. ഓക്കെ, ഒരു ബോളിന്റെ റേഞ്ച് സ്വന്തം ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞേ? ബോളിന്റെ റേഞ്ച് നമ്മളിപ്പോ അവിടം വരെ എറിയുമെന്ന് എറിയുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു വെലോസിറ്റി ഉണ്ടാവല്ലോ, നമ്മള് ഒരു അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ ശക്തി വെച്ച് അത്ര ഫോഴ്സിൽ എറിഞ്ഞാൽ എത്ര ദൂരം പോകുന്ന എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഇക്വേഷനിലാക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ബോള് കയ്യിലിരിക്കുന്നു, വെലോസിറ്റി നമ്മൾ എറിയുന്ന വെലോസിറ്റി അറിയാം, ഓരോ ഇത് ഉണ്ടാവും. അപ്പൊ നമുക്ക് എറിയുമ്പോൾ നമ്മള് ഡെറിവേഷൻസ് പഠിച്ച ആളാണെങ്കിൽ ഇക്വേഷൻസ് അറിയാൻ പറ്റും. അപ്പൊ ഓരോ സംഭവങ്ങൾ നമ്മളെ ബന്ധപ്പെടുത്തിയിട്ട് ആ ക്വസ്റ്റ്യനിലോട്ട്, ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, 45 ഡിഗ്രി എറിയുമ്പോൾ ആണോ 90 ഡിഗ്രി എറിയുമ്പോൾ ആണോ കൂടുതൽ റേഞ്ച്, അങ്ങനെ തന്നെ ചോദിക്കും. റിയൽ ലൈഫിൽ നമ്മൾ മേലോട്ടേക്ക് പറഞ്ഞ റേഞ്ച് 0 ആയിരിക്കൂലേ. ആ ഒരു ലെവലില് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ല കൺസെപ്റ്റിൽ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, എന്നിട്ട് നീറ്റിന് ഇത്തവണ നീറ്റ് ചെയ്തപ്പോ എന്താ സ്കോർ വന്നേ? നീറ്റ് ഇത്തവണ കുറവായിരുന്നു, ഒരു 300-ന്റെ അടുത്ത് ഉണ്ടാവും. അടുത്ത തവണ എത്ര നിന്റെ എക്സ്പെക്ടേഷൻ? അടുത്ത തവണ എക്സ്പെക്ടേഷൻ ഞാൻ 720 വേണ്ടി തന്നെ പോകും. 720 തന്നെ നോക്കണം, ഒന്നും കൂടെ ക്യാമറയിൽ നോക്കി പറഞ്ഞു. 720 ശ്രമിച്ച് കുറഞ്ഞാൽ എത്ര വരെ കുറയും? കുറഞ്ഞാൽ എന്തായാലും 680 മേലെ കിട്ടണം. 680 മേലെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ട് നോക്കിക്കോ. അടുത്ത വർഷം ഇതേപോലെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും നിവേദമായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവില്ലേ. പക്ഷെ 300 ഞാൻ ഹാപ്പി അല്ല മാർക്കിൽ. നീ ഹാപ്പി ആണോ? ഞാൻ ഹാപ്പി അല്ല. എന്താ അവിടെ സംഭവിച്ചത്? കാരണം ബോർഡ് എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയോണ്ടല്ലോ കേട്ടോ, നീ ഒരു കൺസെപ്റ്റുവലാണ് പഠിച്ചത്. എന്നോട് സംസാരിക്കുമ്പോൾ ആ ഒരു സാധനം വരുന്നത്. പിന്നെ എന്താ പറ്റിയുണ്ടാവാ? ഞാൻ നീറ്റിന് ഇപ്രാവശ്യം പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്രാഷ് ഒന്നും ചേർന്നില്ല. ആകെ ഞാൻ 2-3 ദിവസം കുറച്ച് ബയോളജി മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കി പറഞ്ഞാൽ ബോർഡ് എക്സാം കുറച്ച് ഡിഫറെന്റ് ആണ്, കൺസെപ്റ്റ് ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ് നീറ്റ്. അപ്പം വെറുതെ നെഗറ്റീവ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിട്ടായിരുന്നു. ചെയ്ത ക്വസ്റ്റ്യൻ ഭൂരിഭാഗം ശരിയാ? ചെയ്ത ക്വസ്റ്റ്യൻ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 80 എടുത്ത്. ഓക്കെ, അത് നല്ലതാണ്. അപ്പം വെറുതെ കറക്കി കുത്തിയിട്ടില്ല, ഹാഫ് ഇതാക്കിയത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്കിത് അടുത്ത ഒന്നും കൂടെ പഠിച്ചാൽ കിട്ടുന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട്. എന്താ തോന്നി? അതെന്തായാലും തോന്നി, കാരണം ബയോളജിയിൽ നമ്മൾ കുറച്ച് ആലോചിക്കാൻ സമയം എടുക്കൂലേ അധികം പഠിക്കാത്താകുമ്പോൾ. നല്ലോണം പഠിച്ച ആളാണെങ്കിൽ അപ്പം തന്നെ കറക്കുത്തുമ്പോൾ കുറെ സമയമെല്ലാം കിട്ടും കുത്തുമ്പോൾ. അപ്പം പറഞ്ഞാല് നമ്മള് ഇക്വേഷൻസ് ഇപ്രാവശ്യത്തെ നീറ്റ് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു തോന്നുന്നു. ഇക്വേഷൻസ് എല്ലാം നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സ് അറിയെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നിനക്ക് കഴിഞ്ഞപ്പോ ഒരു സന്തോഷം, അടുത്ത തവണ ഞാൻ എന്ത് ചെയ്യും ഉണ്ടായിരുന്നു, നിന്നെ കീഴടക്കി ഇരിക്കും നീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നീ ഇറങ്ങിയിട്ടുണ്ടാവും. അതെ. ഓക്കെ, റൈറ്റ്. അപ്പം നിന്റെ പരിചയത്തില് ഉഴപ്പിയിട്ട് മാർക്ക് പറഞ്ഞ ആരെങ്കിലും ഒക്കെ നിനക്ക് പരിചയമുണ്ടോ പ്ലസ് 2-ലില്ല? +1 കുറച്ച് പേര് ഉഴപ്പിയായിരുന്നു. അതെന്റെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് +2 ആകെ 8 മാർക്ക് അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ +1 ഉഴപ്പിയത് കൊണ്ടാണ് അവൻ A+ നഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ല മാർക്ക് പോയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല മാർക്ക് പോയിട്ടുണ്ട്. എങ്ങനെയാ ഉഴപ്പിണ്ടാവുക? അവൻ അത്യാവശ്യം സ്പോർട്സ് എല്ലാം ഉള്ള പ്ലെയർ ആയിരുന്നു. അപ്പൊ അവൻ ആ ഭാഗത്ത് പോയി. പിന്നെ 10 കഴിഞ്ഞിട്ട് +1 അവൻ കുറച്ച് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അവിടെ കുറെ സമയം പോയി. അതെന്താ ഇവരോട് ഇപ്പൊ 10 കഴിഞ്ഞ കുറെ കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും, ഉറപ്പായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് +1. എന്താ അവര് ചെയ്യേണ്ടത് നിന്റെ അഭിപ്രായത്തില്? 10 പോലെ തന്നെ അല്ല നമുക്ക് +1 വരിക. അപ്പൊ ആദ്യത്തെ 1-2 മാസം നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. പിന്നെ നമുക്ക് ശീലമായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈഫിൽ ഏതെങ്കിലും സ്റ്റേജില്, ഇപ്പം ഞാൻ കുറച്ചു നേരം മുമ്പ് ഇന്റർവ്യൂ ചെയ്ത കുട്ടി പറഞ്ഞത്, നിനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഇല്ല. ഓക്കെ, അപ്പം അവളോട് ഇങ്ങനെ ചോദിച്ചാൽ അവള് പറഞ്ഞത്, ഞാൻ ഒരു നല്ല കോളേജിൽ കയറിയിട്ട് കുറച്ച് ഉഴപ്പാനാ പ്ലാൻ എന്നാ. അങ്ങനെ പ്ലാൻ ഉണ്ടോ നിനക്ക്? അങ്ങനെ പ്ലാന് നല്ല കോളേജ് കയറിയിട്ട് ഉഴപ്പാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നല്ല ഹൈ കോളേജിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാലോ, കുറെ വലിയ വലിയ കോളേജ് പിള്ളേരെല്ലാം പാസ്സാവാൻ തന്നെ കുറച്ച് പാടുപെടുന്നുണ്ട്. കാരണം അവരുടെ കുറെ ലൈഫ് എല്ലാം അവർ ഈ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എൻജോയ് കിട്ടുന്ന കുറച്ച് സമയം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഉഴപ്പൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ നിനക്ക്? പ്ലാനില്ല. പക്ഷെ നീ ശരിക്കും നീ ഭയങ്കര ഹാപ്പിയാണോ? ഹാപ്പിയാണ് അല്ലേ? അതായത് ഈ ഒരു ലൈഫ്, അതായത് ഒരു ഹൈ പെർഫോമർ ആയിട്ടുള്ള ലൈഫിൽ ഹാപ്പിയാണല്ലേ? ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കിപ്പം ഇതേ എഫേർട്ടൊക്കെ നീ എടുത്തിട്ടുണ്ട്, നിനക്കൊരു 75% അല്ലെ 80% ആണ് നിനക്ക് മാർക്ക് കിട്ടിയെങ്കിൽ എന്ത് ആലോചിക്കുമ്പോഴാണ് നിനക്ക് റിഗ്രറ്റ് വരിക? എവിടെയെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നല്ലോണം റിഗ്രറ്റ് വരും. അല്ല, ഉഴപ്പിയിട്ടുണ്ടോ നീ?
ഉഴപ്പിയിട്ടില്ല, ഇതുവരെ ഉഴപ്പിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ നിന്റെ മാർക്ക് വരുമ്പോൾ 1100 ഉള്ളൂ എന്ന് കരുതിക്കോ. അപ്പൊ നിനക്കപ്പോ റിഗ്രറ്റ് ഉണ്ടാവില്ല? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത്ര കിട്ടുവാണെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാവില്ല. നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ട് റിഗ്രറ്റ് ഉണ്ടാവില്ല. ഉഴപ്പിയിട്ട് പോകണമെങ്കിൽ മാത്രമേ റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിനക്കിപ്പോ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. ആ 2 മാർക്കിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം ഉണ്ടോ? ഇല്ല, കഴിഞ്ഞ കാര്യം വിട്ടു, പിന്നെ ആലോചിച്ചിട്ടില്ല. അതൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാസം? ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഏജ് പോർട്ടിന്റെ അവിടെ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് റിപ്പീറ്ററിന് വേണ്ടി. അപ്പം അടുത്ത് തന്നെ ജോയിൻ. അപ്പം ഈ ഒരു മാസം എന്താ നീ സ്പെൻഡ് ചെയ്തത്? ഈ ഒരു മാസം വീട്ടില് ചേച്ചിയെല്ലാം തിരിച്ചു വന്നായിരുന്നു എക്സാം എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം കുറച്ച് സിനിമയെല്ലാം കണ്ടു. ഇഷ്ടപ്പെട്ട സിനിമ ഈ ഇടയ്ക്ക് കണ്ടത് ആവേശം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പം അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും വരും. 720 ഔട്ട് ഓഫ് 728 എയിംസിൽ നിവേദ് കയറി എന്ന് പറഞ്ഞിട്ട്. അതുവരെ മാത്രം ഒരു ഷോർട്ട് ബ്രേക്കിലെ അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു. അടുത്ത വർഷം കാണാം. ശരി, ഓക്കെ.